വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി കൂന്തൽ നിറച്ചത്. ഇത് കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്നത്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഉപ്പ്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാൻ ചൂടായി നമുക്ക് അതിനാവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായി നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇത് നമ്മൾ കണവയ്ക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇവിടെ കടുക് പൊട്ടി നമുക്ക് അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. സവാള വഴന്നു വരാനുള്ള ഉപ്പ് ആവശ്യമിട്ട് കൊടുക്കാം. നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ കൂന്തലിൻ്റെ ബാക്കി പാട്ടെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം. ഫില്ലിങ്ങിന് ആവശ്യമായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ കണവയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യമായ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് 1 ടേബിൾ സ്പൂൺ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യമായ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല മൂത്ത് തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വെക്കാം. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ തണുത്തിട്ടുണ്ട്. നമുക്കിത് കൂന്തലിനകത്ത് നിറച്ച് കൊടുക്കാം. ഒരു കൂന്തലെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നിട്ടിങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് അകത്തോട്ട് ഇറക്കി കൊടുക്കാം. നമ്മുടെ കൂന്തൽ നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മിത് ആവിയിൽ വേവിക്കേണ്ടത് ആവിയിൽ വേവിക്കാം. ഞാനിപ്പം എയർ ഫ്രൈയിലാണ് വേവിക്കേണ്ടത്. നമ്മുടെ വേവിക്കാൻ വെച്ച കണവ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന് പുരട്ടാനുള്ള മസാല റെഡിയാക്കാം. പാൻ ചൂടായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. പൊടിയുടെ ഒന്ന് പച്ചമണം മാറി വരുന്നത് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ കണവയ്ക്ക് ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ പൊടികൾ മൂത്തിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ കണവ നിറച്ച് ഇട്ട് കൊടുക്കാം. ഓരോന്നിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കണവ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ